അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. 4-ാം ക്ലാസ്സിലെ ഇന്ന് നടന്ന ദുറൂസുൽ ലിസാനിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും പരീക്ഷ വളരെ സിമ്പിൾ അല്ലായിരുന്നോ? ഒന്നാമത്തെ യോജിച്ച് ചേർക്കാനാണ്. മണ്ണിനെയും വെള്ളത്തിനെയും മലിനമാക്കും. ഉത്തരം വളരെ സിമ്പിളാണ്, പ്ലാസ്റ്റിക് അല്ലേ. അടുത്തത്, യർമൂക്ക് യുദ്ധ ദിവസം ബന്ധുവിനെ അന്വേഷിച്ചു. ആര്? ഹുദൈഫ റളിയല്ലാഹു അൻഹു. അടുത്തത്, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പിതാവ് അബൂ ഖുഹാഫ ഫസ്റ്റത്തെ. അടുത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി, നബി തങ്ങളുടെ പേരക്കുട്ടി ആരാണ്? ഹുസൈൻ റളിയല്ലാഹു അൻഹു. അടുത്ത്, ഈമാനിൻ്റെ പകുതിയാണ് ക്ഷമ. ഓക്കെ, വളരെ സിമ്പിളാണ്. അടുത്ത് ക്രമത്തിലാക്കാനാ. തവക്കൽത്തു അലല്ലാഹ് ഇല്ലാ ബില്ലാ ലാ ഹൗല. ഏതാ ഫസ്റ്റ്? ബിസ്മില്ലാഹി. അപ്പോൾ ബിസ്മില്ലാഹി തവക്കൽത്തു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇല്ലാ ബില്ലാ ലാസ്റ്റ്. അടുത്തത്, ഇതെന്താണ്? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഉം മിനദ് ദവാബി ലാ ളില്ല ലഹ യക്റഹു അൻ യുഹ്ബസ. അപ്പോൾ അത് കാണാതെ പഠിച്ചവർക്ക് മാത്രമേ അത് ഉത്തരം എഴുതാൻ കിട്ടുള്ളൂ. എന്താണ് അതിൻ്റെ ഉത്തരം? ഇതാ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്റ്റ്. അടുത്ത, യക്റഹു അൻ യുഹ്ബസ ഷൈഉം മിനദ് ദവാബി ലാ ളില്ല ലഹ. കണ്ടോ? ഇങ്ങനെയാണ് അതിൻ്റെ ക്രമം. അടുത്ത ചോദ്യം, ഒരു ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞു. ആ പരാതി എന്തായിരുന്നു? ഒട്ടക നബിയോട് പരാതി പറഞ്ഞു. ആ പരാതി എന്തായിരുന്നു? ആ പരാതി? ഇതാ, ശരിയായ വിധം ഭക്ഷണം കൊടുക്കാതെ ക്ഷീണിപ്പിക്കുന്നു. അതാണ് പരാതി. ശരിയായ വിധം ഭക്ഷണം കൊടുക്കാതെ ക്ഷീണിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, പ്രയാസങ്ങൾ നേരിടുമ്പോൾ നാം എന്ത് ചൊല്ലണം? വളരെ സിമ്പിളാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. എഴുതുന്ന ശ്രദ്ധിക്കുക. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. അടുത്ത ചോദ്യം, നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രയാസമുണ്ടായാൽ നമ്മുടെ മനസ്സിൽ തോന്നണം എന്ത്? നമ്മുടെ സഹോദരങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ തോന്നേണ്ടത്? നമ്മൾ അരക്കൊല്ല പരീക്ഷയ്ക്ക് പഠിച്ച ഉത്തരാണത് അല്ലേ. എന്താണ് അതിൻ്റെ ഉത്തരം? നമ്മുടെ സ്വന്തം പ്രയാസമായി നമുക്ക് തോന്നണം. തോന്നാറുണ്ടല്ലോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ ഇതുണ്ട്? നമ്മുടെ സ്വന്തം പ്രയാസമായി നമുക്ക് തോന്നണം. അടുത്ത ചോദ്യം പൂരിപ്പിക്കാം. എന്താണ്? മരങ്ങൾ, നിങ്ങളുടെ മുറ്റങ്ങൾ നിങ്ങൾ ഡാഷ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. എന്താ? നിങ്ങളുടെ മുറ്റങ്ങൾ നിങ്ങൾ വൃത്തിയാക്കുവീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വൃത്തിയാക്കുവീൻ, ഇതാണ് ഇതിന് വൃത്തിയാക്കുവീൻ. അടുത്തത്, മരണാനന്തരം ഡാഷ് ലഭിക്കുന്ന പുണ്യകർമ്മമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ. കഴിഞ്ഞ പ്രാവശ്യം ആ ചോദ്യം വേറെ രൂപത്തിലാണ് ചോദിച്ചത്. ഇപ്രാവശ്യം പ്രതിഫലം എന്ന് പൂരിപ്പിക്കാനാണ്. പ്രതിഫലം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഫ എഴുതുമ്പോൾ പ, പ്രതിഫലം. കണ്ടില്ലേ? അടുത്തത്, ദുഷിച്ച വാക്കുകളും പ്രവർത്തനങ്ങളും പോലെ തന്നെ ദുഷിച്ച ഡാഷ് കുറ്റകരമാണ്. എന്താ ഉത്തരം? ദുഷിച്ച വിചാരവും. വിചാരവും അങ്ങനെ എഴുതേണ്ടത്. അടുത്ത ചോദ്യം, തെറ്റായ ധാരണയുടെ ദൂഷ്യങ്ങൾ. തെറ്റായ ധാരണ ഉണ്ടായുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? തെറ്റായ ധാരണയുടെ ദൂഷ്യങ്ങൾ: വെറുപ്പുണ്ടാക്കുന്നു, ഗീബത്ത് പറയുന്നതിന് അവസരമൊരുക്കുന്നു, ശത്രുത ഉണ്ടാക്കുന്നു, കുടുംബബന്ധം തകരാൻ കാരണമാകുന്നു, സമൂഹത്തിൽ സമാധാനം നഷ്ടപ്പെടാൻ ഇടവരുത്തുന്നു. ഇതിലേതാണോ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അത് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അടുത്തത്, ചെറിയവരോടുള്ള കരുണയുടെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങൾ. അത് വളരെ സിമ്പിളായ ചോദ്യമാണ്. അവരോടൊപ്പം കളിക്കുക, അവരെ ചുംബിക്കുക, അവർ പറയുന്നത് കേട്ടിരിക്കുക. അങ്ങനെ കുറേ ഉണ്ട് അല്ലേ, പുറത്തുകൊണ്ട് കുറേ. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കഴിയുന്നത് അത് എഴുതിന് മാർക്ക് ഉണ്ടാവും. അടുത്ത ചോദ്യം, അവസാനത്തെ പാഠത്തിൽ, തഖ്വ എന്നാൽ എന്ത്? അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കലും അള്ളാഹു നിരോധിച്ചതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലുമാണ് തഖ്വ. അതാണ് എൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, ഗീബത്ത് എന്നാൽ എന്ത്? അപ്പോൾ ഗീബത്ത് എന്താണ് വിശദീകരിക്കാനാണ്. എന്താ ഗീബത്ത്? ഇതാ ഇവിടെ, തൻ്റെ സഹോദരനെ കുറിച്ച് അവന് ഇഷ്ടമില്ലാത്തത് പറയൽ മഹാപാപമായ ഗീബത്ത്.
അപ്പോൾ തൻ്റെ സഹോദരന് ഇഷ്ടമില്ലാത്ത പറയൽ. അടുത്ത വളരെ സിമ്പിളാണ്. അടിവരയുള്ളത് ശരിയാക്കാം. സാഹോദര്യം നിലനിർത്തുന്നതിന് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ ദുഃഖിക്കുക നമ്മുടെ കൊടുത്ത് എന്താ വേണ്ടി? സന്തോഷിക്കുക. അടുത്ത് ഇൽമു പഠിക്കൽ എല്ലാ മുസ്ലിമിനും എന്താണ്? നിർബന്ധമാണെന്നാണ്. അവിടെ എന്താ കൊടുത്ത്? സുന്നത്താണെന്നാ കൊടുത്ത് അല്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഇൽമു പഠിക്കൽ എല്ലാ മുസ്ലിമിനും നിർബന്ധമാണെന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. നിർബന്ധ ഹാവാണ്, നിർബന്ധമാണ്. അടുത്ത ചോദ്യം എന്താണ്? ലൈസ മിന്ന ആശയ എഴുതാൻ അർത്ഥം എഴുതാനാണ് അല്ലേ? ലൈസ മിന്ന മല്ലം യർഹം സഗീറന വയരിഫ് ഷറഫ കബീരിന. എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ ആ അർത്ഥം കാണാതെ പഠിച്ചവർക്ക് എഴുതാൻ കഴിയും. വലിയവരെ മഹത്വം, വലിയവന്റെ മഹത്വം അറിയാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചോദ്യപേപ്പർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.